വെൽക്കം ടു റെഡ് ഫ്ലെയിംസ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി യൂസ് ചെയ്തിട്ടുള്ള ഖുബ്സാണ്. ഓവനൊന്നുമില്ലാതെ സ്റ്റൗ ടോപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചപ്പാത്തി പരത്തുന്ന അതേപോലെ തന്നെയാണ് കുഴയ്ക്കുന്നതും പരത്തുന്നതെല്ലാം, പക്ഷേ കുറച്ച് ഇൻഗ്രീഡിയൻസിന് മാത്രം വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ പരത്തുമ്പോൾ ഇതിൻ്റെ ഒരു പകുതി കനം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് നന്നായി പൊങ്ങി വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഖുബ്സാണ്. നല്ലോണം പൊങ്ങി വരികയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റാണ്, കണ്ടില്ലേ? നല്ല സ്പോഞ്ചി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഖുബ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുന്നത് ഗോതമ്പ് പൊടി, പാൽപ്പൊടി, എണ്ണ, മുട്ട, പിന്നെ കുറച്ച് ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും. ഇത്രയും സംഭവങ്ങൾ മാത്രം മതി. റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. ഈ ഒരു ആട്ട യൂസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് ഖുബൂസ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 കിലോ പൊടിയാണ് എടുത്തിട്ടുള്ളത്. കുബൂസ് ഉണ്ടാക്കാനായിട്ട് ഈ പൊടി നമുക്ക് കുഴയ്ക്കാൻ പാകത്തിന് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. മാവ് കുഴച്ച് വെച്ച് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നന്നായി പൊങ്ങി വരും. അപ്പോൾ അതിനും കൂടുതൽ സ്പേസ് കണ്ടിട്ടുള്ള ഒരു പാത്രമാണ് എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ്, പഞ്ചസാരയാണ് 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. ഈസ്റ്റ് എപ്പോഴും ചേർക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഡേറ്റ് ശ്രദ്ധിക്കണം. എക്സ്പയർ ആവാത്ത നല്ല ക്വാളിറ്റിയുള്ള ഈസ്റ്റ് വേണം നമ്മൾ ഖുബൂസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാനായിട്ട്. എങ്കിലേ അത് നല്ലപോലെ പൊങ്ങി വരുള്ളൂ. ഒരു മുട്ട, 1/4 കപ്പ് പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. പാൽപ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാൽ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് വെള്ളവും എണ്ണയാണ്. എണ്ണ നമുക്ക് കുഴയ്ക്കുന്നതിൻ്റെ കൂടെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴയ്ക്കുന്ന പോലെ തന്നെ നല്ല മയത്തിൽ കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് തണുപ്പ് കളഞ്ഞിട്ടുള്ള വെള്ളമാണ്. കാൽ കപ്പ് എണ്ണയാണ്. കുഴയ്ക്കുന്നതിൻ്റെ കൂടെ കുറേശ്ശെയായിട്ട് ചേർത്ത് കുഴച്ചാൽ നമ്മുടെ കയ്യിലൊന്നും അധികം മാവ് പറ്റിപ്പിടിക്കില്ല. ഈ പൊടി കുഴയ്ക്കാനായിട്ട് ഏകദേശം ഒരു 2.5 കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഏകദേശം ഒരു ആവശ്യത്തിനുള്ളത് ഒന്നിച്ചൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുഴഞ്ഞ് കിട്ടാൻ വളരെ എളുപ്പമാണ്. മാവിപ്പോൾ നല്ലപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി എണ്ണ കുറച്ച് ഇതിൻ്റെ മേലെയായിട്ടും പിന്നെ ഈ ഒരു മാവ് പൊങ്ങി വരുന്ന സമയത്ത് പാത്രത്തിൻ്റെ സൈഡിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് സൈഡിലൊന്ന് ആക്കി കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ മാവിന് നല്ല എയർ ടൈറ്റ് ആയിട്ട് വേണം അടയ്ക്കാനായിട്ട്. ഏകദേശം ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നന്നായി പൊങ്ങി വരും. പിന്നെ കാലാവസ്ഥക്കനുസരിച്ച് ഈ പൊങ്ങുന്ന ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ തണുപ്പുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ പൊങ്ങാനായിട്ട് അടുപ്പിൻ്റെ പരിസരത്തെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം പൊങ്ങി. അതല്ലാന്നുണ്ടെങ്കിൽ കിച്ചൺ കബോർഡിനകത്ത് വെച്ചാലും മതി. അപ്പോൾ നമ്മൾ ഈ മാവ് നന്നായി കുഴച്ച് പൊങ്ങാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 2.5 മണിക്കൂറായി. തുറന്ന് നോക്കാം. ഈ ഒരു 2.5 മണിക്കൂർ സമയം കൊണ്ട് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലെ എയറെല്ലാം കളഞ്ഞ് ഒന്നും കൂടെ ഒന്ന് നന്നായി കുഴയ്ക്കാം.
ഇനി ഈ മാവ് ചപ്പാത്തിക്ക് നമ്മൾ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ സൈസിൽ വേണം കട്ട് ചെയ്യാൻ. മാവിൻ്റെ പകുതി കൊണ്ട് നമ്മൾ 8 ബോൾസ് ഉണ്ടാക്കി. ഇനി ബാക്കി പകുതി കൊണ്ട് കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാകും. ഞാൻ ഹുബ്സ് ഉണ്ടാക്കുന്നത് ഇച്ചിരി കനത്തിലാണ്, അതുകൊണ്ടാണ് ഇത്രയും സൈസിൽ എടുത്തിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ സൈസ് മാറ്റാവുന്നതാണ്. ഇനി നമ്മൾ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോൾ വേണം ആദ്യം എടുക്കാനായിട്ട്. നമ്മളിത് ആദ്യം ഉണ്ടാക്കി വെച്ചതുകൊണ്ട് തന്നെ ഇത് ഒന്നൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഉണക്കം വരാതിരിക്കാനായിട്ട് ഒന്ന് കവർ ചെയ്ത് ഓരോന്നോരോന്നായിട്ട് പരത്താനെടുത്താൽ മതി. കുറച്ച് പൊടി ഡസ്റ്റ് ചെയ്ത് ഓരോന്നായിട്ട് പരത്താം. നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഉണ്ടാക്കിയ ബോൾ വേണം ആദ്യം പരത്താനായിട്ട്. പാന് നല്ല ചൂടായിട്ടുണ്ട്. ഒന്നൊന്ന് കളർ മാറി വരുമ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കണം. പൊള്ളി വരാൻ തുടങ്ങിയിട്ടുണ്ട്, മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ചപ്പാത്തിയെല്ലാം ചെയ്യുന്ന പോലെ തന്നെ പരത്തലും ചുടലും ഒന്നിച്ച് ചെയ്താൽ മതി. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് പണി തീർന്നു കിട്ടും. ഇനി ഈ സൈഡിൽ നിന്നും കൂടെ പൊള്ളി വരാൻ തുടങ്ങുമ്പോഴാണ് ഒന്നും കൂടെ മറിച്ചിടാൻ. നമ്മളിത് അത്യാവശ്യം കട്ടിയിലാണ് എടുത്തിട്ടുള്ളത്. മാവ് ചപ്പാത്തി മാവിനേക്കാളും നല്ല കട്ടിയിലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 പരത്തിൽ പരത്തുമ്പോഴത്തേക്കും ഈ സൈസ് വരും. അങ്ങനെ ഗോതമ്പ് പൊടി യൂസ് ചെയ്തിട്ടുള്ള കുബൂസിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി സ്റ്റീം പോകുന്നൊരു പാത്രത്തിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ. ഇത് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഒന്നൊന്ന് തണുത്ത ശേഷം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് റീയൂസ് ചെയ്യാം. നല്ല സ്പോഞ്ചിയാണ്, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഗോതമ്പ് കുബ്സിൻ്റെ അതേ ടേസ്റ്റും ഫ്ലേവറും തന്നെയാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബ്രെഡ് ടോസ്റ്ററിൽ ചെയ്തിട്ടുള്ള ഒരു ഹുബ്സിൻ്റെ റെസിപ്പി, അതിൻ്റെ റെസിപ്പി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണൂ പ്ലീസ്. ഇനിയും നല്ല നല്ല റെസിപ്പീസിനായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.